യഹോവേ, നിന്റെ ന്യായപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മത്തായി 1-ാം അധ്യായം. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു. ആരാം അമ്മിനാദാബിനെ ജനിപ്പിച്ചു. അമ്മിനാദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ഷൽമോനെ ജനിപ്പിച്ചു. ഷൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് രൂത്തിൽ ഒബേദിനെ ജനിപ്പിച്ചു. ഒബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ശലോമോൻ രഹബ്യാമെ ജനിപ്പിച്ചു. രഹബ്യാം അബിയാവെ ജനിപ്പിച്ചു. അബിയാവ് ആസയെ ജനിപ്പിച്ചു. ആസ യോഷഫാത്തിനെ ജനിപ്പിച്ചു. യോഷഫാത്ത് യോരാമിനെ ജനിപ്പിച്ചു. യോരാം ഉസിയാവെ ജനിപ്പിച്ചു. ഉസിയാവ് യോധാനെ ജനിപ്പിച്ചു. യോധാം ആഹാസിനെ ജനിപ്പിച്ചു. ആഹാസ് ഹിസ്കിയാവെ ജനിപ്പിച്ചു. ഹിസ്കിയാവ് മനേശയെ ജനിപ്പിച്ചു. മനേശ ആമോസിനെ ജനിപ്പിച്ചു. ആമോസ് യോശിയാവെ ജനിപ്പിച്ചു. യോശിയാവ് യെക്കോന്യാവെയും അവൻ്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യെക്കോന്യാവ് ഷേൽത്തീലിനെ ജനിപ്പിച്ചു. ഷേൽത്തിയേൽ സെരുബാബേലിനെ ജനിപ്പിച്ചു. സെരുബാബേൽ അബിഹൂദിനെ ജനിപ്പിച്ചു. അബിഹൂദ് എലിയാക്കീമിനെ ജനിപ്പിച്ചു. എലിയാക്കീം ആസോരിനെ ജനിപ്പിച്ചു. ആസോർ സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് ആഖീമിനെ ജനിപ്പിച്ചു. ആഖീം എലിഹൂദിനെ ജനിപ്പിച്ചു. എലിഹൂദ് എലിയാസറെ ജനിപ്പിച്ചു. എലിയാസർ മദ്ദാനെ ജനിപ്പിച്ചു. മദ്ദാൻ യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തുവിനോളം 14 ആകുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ട് അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസഫ് ഉറക്കമുണർന്നു. കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തു കൊണ്ട് മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. ദൈവമേ, നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ.